നമസ്കാരം. ഇത് വി വേണുഗോപാൽ. കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം. കൊച്ചിയിൽ കാറിൽ യുവനടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന നടൻ ദിലീപിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതാണ് ഏറ്റവുമേറെ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്ത. മറ്റൊന്ന്, ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് ഇന്ന് സ്ഥാനമേൽക്കും എന്നതാണ്. ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISROയുടെ മുൻ ചെയർമാനുമായ പ്രൊഫസർ UR റാവു അന്തരിച്ചു. അദ്ദേഹത്തിന് ആദരാഞ്ജലികളോടെ നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കേരള കൗമുദി 750 MBBS സീറ്റ് നഷ്ടമായി എന്നതാണ് ഇന്ന് മുഖ്യ വാർത്തയാക്കിയിരിക്കുന്നത്. മെഡിക്കൽ കൗൺസിൽ റദ്ദാക്കിയത് 700 സ്വാശ്രയ സീറ്റും ഇടുക്കി ഗവൺമെൻറ് കോളേജിലെ 50 സീറ്റും. കൊച്ചി രാജാവ് അകത്ത് തുടരും എന്ന് ദിലീപിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച വിവരം ഒന്നാം പേജിൽ തന്നെ പ്രാധാന്യത്തോടെയുണ്ട്. മലയാള മനോരമയുടെ ഇന്നത്തെ മുഖ്യ വാർത്ത BJP കേന്ദ്ര നേതൃത്വം അന്വേഷണം തുടങ്ങി, തിരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കി എന്നതാണ്. സംസ്ഥാന ഘടകത്തിനെതിരെ പുതിയ ഒരു ആരോപണം കൂടി. മാതൃഭൂമി ജയിൽ, ദിലീപിന് ജാമ്യമില്ല എന്നതാണ് ഇന്നത്തെ മുഖ്യ വാർത്ത. ദേശാഭിമാനി, ദിലീപിന് ജാമ്യമില്ല, പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരൻ ഹൈക്കോടതി. മാധ്യമം, MBBS പ്രവേശനം 6 കോളേജുകൾക്ക് അനുമതിയില്ല. BJP കോഴ ആരോപണത്തിൽ ഉൾപ്പെട്ട 2 കോളേജുകൾക്കും അംഗീകാരമില്ല. അതായത് വർക്കല SR മെഡിക്കൽ കോളേജും ചെറുപ്പുളശ്ശേരി കേരള മെഡിക്കൽ കോളേജും ആണ് BJPയുടെ ഈ കോഴ വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 കോളേജുകൾ. അവർക്കും ഈ നടപടി അവർക്കെതിരെയുമുണ്ട്. മംഗളം, പ്രഥമ ദൃഷ്ട്യാ തെളിവ്, ദിലീപിന് ജാമ്യമില്ല, ആസൂത്രണം ചെയ്ത കുറ്റമെന്ന് ഹൈക്കോടതി എന്ന് ഹൈലൈറ്റും നൽകിയിരിക്കുന്നു. ദീപിക, 7 മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനത്തിന് അനുമതിയില്ല എന്നതാണ് ഇന്നത്തെ മുഖ്യ വാർത്ത. ദ ഹിന്ദു, NIA arrests 7 ജമ്മു കാശ്മീർ സെപ്പറേറ്റിസ്റ്റ് ലീഡേഴ്സ് ഫോർ ക്രിയേറ്റിംഗ് അൺറസ്റ്റ് എന്നതാണ് മുഖ്യ വാർത്താ തലവാചകം. ഏജൻസി വാണ്ട്സ് ടു ഗോ ബിയോണ്ട് കേസ് ഓഫ് ടെറർ ഫണ്ടിംഗ് ടു അൺവെയിൽ എ ലാർജർ കോൺസ്പിറസി എന്ന് ഹൈലൈറ്റും നൽകിയിരിക്കുന്നു ദ ഹിന്ദു. ദ ടൈംസ് ഓഫ് ഇന്ത്യ, ഗിലാനി's son-in-law, 6 others arrested for terror funding, accused to be produced in Delhi court എന്ന് ഹൈലൈറ്റ്. The New Indian Express, 7 separatists arrested in terror funding case, 1 nabbed from Delhi, rest from Srinagar, accused to be brought to Patiala House Courts, called for shutdown in Jammu Kashmir. ഇനി വാർത്താ വിശദാംശങ്ങൾ നോക്കാം. 750 MBBS സീറ്റ് നഷ്ടമായി. മെഡിക്കൽ കൗൺസിൽ റദ്ദാക്കിയത് 700 സ്വാശ്രയ സീറ്റും ഇടുക്കി ഗവൺമെൻറ് കോളേജിലെ 50 സീറ്റും. അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന കാരണം ഉന്നയിച്ചാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രസക്ത ഭാഗങ്ങൾ വായിക്കാം. BJP നേതാക്കൾക്ക് കോഴ നൽകിയതായി ആരോപണം ഉയർന്ന വർക്കല SR, പാലക്കാട് ചെറുപ്പുളശ്ശേരി അടക്കം സംസ്ഥാനത്തെ 7 മെഡിക്കൽ കോളേജുകളിലെ പ്രവേശന അനുമതി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ റദ്ദാക്കി. ഇതുവഴി മൊത്തം 750 MBBS സീറ്റാണ് ഇല്ലാതാവുന്നത്. 700 സ്വാശ്രയ MBBS സീറ്റും ഇടുക്കി ഗവൺമെൻറ് കോളേജിലെ 50 സീറ്റും ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താത്തതിൻ്റെ പേരിലാണ് ഈ നടപടി എന്നും വാർത്തയിൽ തുടർന്ന് പറയുന്നു. മറ്റൊന്ന്, ദിലീപുമായി ഗൂഢാലോചന കുറ്റത്തിന് ദിലീപ് അറസ്റ്റിലായ കേസിൽ പീഡിപ്പിക്കപ്പെട്ട നടി ക്കുണ്ടായ ആ ദുരനുഭവം ആദ്യമായി തന്നെ വെളിച്ചത്ത് കൊണ്ടുവരികയും പോലീസിനെ അറിയിക്കുകയും മറ്റും ചെയ്ത PT തോമസ് MLAയുടെ കാറിൻ്റെ ടയറിൻ്റെ ബോൾട്ട് ഊരി അല്ലെങ്കിൽ ലൂസാക്കിയിട്ട് അപായപ്പെടുത്താൻ ശ്രമം നടന്നു എന്നതാണ്. കാറിൻ്റെ ടയറുകളുടെ ബോൾട്ടുകൾ ഊരിമാറ്റി PT തോമസിനെ അപായപ്പെടുത്താൻ ശ്രമം. PT തോമസ് സാധാരണ സഞ്ചരിക്കുന്ന ഇടതുവശത്തെ പിൻസീറ്റിലെ ഇടതുവശത്തുള്ള ടയറാണ് ഇങ്ങനെ ഈ അയച്ച് വെച്ചിരുന്നത്. മറ്റ് ടയറുകളുടെ ബോൾട്ടുകളും ഊരാൻ പാകത്തിലാക്കിയിരുന്നു. കാറ് മുന്നിൽ പോകുമ്പോൾ പിന്നിൽ സഞ്ചരിച്ചിരുന്ന ഒരു കുടുംബമാണ് ഈ ടയർ പൊളയുന്ന കാര്യം MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് അദ്ദേഹം യാത്ര അവിടെ വെച്ച് നിർത്തുകയും പിന്നീട് പോലീസിൽ പരാതിപ്പെടുകയുമൊക്കെയാണ് ഉണ്ടായത്. കൊച്ചി രാജാവ് അകത്ത് തുടരും എന്നതാണ് ദിലീപിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച വാർത്തയുടെ കേരള നൽകിയിരിക്കുന്ന തലക്കെട്ട്. ദിലീപിന് ജാമ്യമില്ല, അസാധാരണ കേസെന്ന് ഹൈക്കോടതി. പ്രസക്ത ഭാഗങ്ങളിങ്ങനെ. പോലീസ് വാദങ്ങളും സംഭവത്തിൻ്റെ ഗൗരവവും വിലയിരുത്തിയാണ് ഉത്തരവ്. ഗൂഢാലോചനയിലും കുറ്റകൃത്യം നടപ്പാക്കുന്നതിലും ഹർജിക്കാരൻ്റെ പങ്ക് തെളിയിക്കുന്ന നേരിട്ടുള്ളതും പരോക്ഷമായതും പരസ്പര ബന്ധമുള്ളതുമായ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. സീൽ ചെയ്ത കവറിൽ സമർപ്പിച്ച കേസ് ഡയറിയും വിശദമായി പരിശോധിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം നിഷേധിച്ചത്. ജാമ്യം നിഷേധിച്ചതിന് പറയുന്ന കാരണങ്ങളിൽ ഒന്ന്, ദിലീപ് എന്ന പ്രമുഖനായ നടൻ്റെ സ്വാധീന ശക്തി തന്നെയാണ്. മറ്റൊന്ന്, നടിയെ ലൈംഗികമായി ആക്രമിച്ച്
ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിൻ്റെ സുപ്രധാന തെളിവായ മൊബൈൽ ഫോണും മെമ്മറി കാർഡും കണ്ടെത്തിയിട്ടില്ല. ഇരയുടെ ജീവിതത്തിന് കടുത്ത ഭീഷണിയാണ് മെമ്മറി കാർഡ്. ഇതുമായി പ്രതികളിൽ ആരെങ്കിലും അന്വേഷണത്തിലും വിചാരണയിലും ഇടപെടുന്നതിന് സാധ്യതയുണ്ട്. ജാമ്യം നിഷേധിക്കാൻ ഇത് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന് പറയുന്നത് വെച്ചാൽ ലൈംഗികമായി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് എന്ന പ്രോസിക്യൂഷൻ വാദവും ഹൈക്കോടതി മുഖവിലക്കെടുത്തു എന്ന് വേണം കരുതാൻ. ഇങ്ങനെ ഈ കാരണങ്ങളെല്ലാം ഉന്നയിച്ചാണ് ഹൈക്കോടതി വളരെ സുപ്രധാനമായ തന്നെ വളരെ ശ്രദ്ധേയമായ ജാമ്യം നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ പുറപ്പെടുവിച്ചത്. മറ്റൊന്ന്, ആ പൊട്ടിപ്പെണ്ണ് പറയുന്നത് വിശ്വസിക്കരുത് എന്ന് മഞ്ജു നൽകിയ മൊഴിയിൽ പറയുന്ന ഭാഗമാണത്. അതായത് ദിലീപ് മഞ്ജുവിനോട് പറഞ്ഞ വാചകമായിട്ടാണ് അത് പറയുന്നത്. കൊച്ചിയിൽ നിന്ന് KS സന്ദീപിൻ്റെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിവരങ്ങൾ കൈമാറിയത് ആക്രമിക്കപ്പെട്ട നടിയാണെന്ന് മഞ്ജു വാര്യർ മൊഴി നൽകി. ADGP B സന്ധ്യയ്ക്കാണ് മഞ്ജു നേരത്തെ മൊഴി നൽകിയിട്ടുള്ളത്. ഇക്കാര്യം അറിഞ്ഞതോടെ ആ പൊട്ടിപ്പെണ്ണ് പറയുന്നത് വിശ്വസിക്കരുതെന്ന് ദിലീപ് പറഞ്ഞതായും മൊഴിയിൽ മഞ്ജു വ്യക്തമാക്കി. ആക്രമിക്കപ്പെട്ട നടിയും താനും അടുത്ത സുഹൃത്തുക്കളാണ്. അതിനാലാണ് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം വ്യക്തമായതോടെ അറിയിച്ചത്. 2012 മുതൽ കാവ്യയുമായി ദിലീപ് അടുപ്പത്തിലാണെന്ന് മനസ്സിലായി. പിന്നീട് ദിലീപുമായുള്ള കുടുംബ ബന്ധം തകർന്നു. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദിലീപേട്ടൻ കുറ്റക്കാരനാകരുതേ എന്ന് പ്രതീക്ഷിക്കുന്നതായും മഞ്ജു മൊഴിയിൽ പറയുന്നു എന്നാണ് വാർത്തയിൽ തുടർന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാന വാർത്താ പേജിലെ ഉള്ളടക്കങ്ങൾ നോക്കാം. അന്വേഷണം ഇനി ക്ലൈമാക്സിലേക്ക് എന്നതാണ് നടൻ ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേജിലെ പ്രധാന വാർത്ത. KS സന്ദീപിൻ്റെ റിപ്പോർട്ടാണ് കൊച്ചിയിൽ നിന്ന്. ഒപ്പം സുജിത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു കാർട്ടൂണും ജയിലിൽ കിടക്കുന്ന ദിലീപിൻ്റെ വെറും സഹിതമുള്ള ഒരു കാർട്ടൂണും നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിനോടൊപ്പം. റിപ്പോർട്ടിൽ പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ നിന്നുള്ള കൂടുതൽ പേരെ സാക്ഷി ആക്കാനുള്ള മൊഴിയെടുക്കലാകും ആദ്യ ഘട്ടത്തിൽ ഇനി നടക്കുക. മുഖ്യപ്രതി പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദിലീപിനെതിരെ കേസെടുത്തതെന്നും തെളിവുകൾ ഇല്ല എന്നുമുള്ള വാദമാണ് ഹൈക്കോടതി ഖണ്ഡിച്ചത്. ഗൂഢാലോചന കേസുകളിൽ നേരിട്ട് തെളിവ് ലഭിക്കുക അസാധ്യമാണെന്ന് നിരീക്ഷിച്ച കോടതി സാഹചര്യ തെളിവുകളാണ് പ്രധാനമെന്ന് വ്യക്തമാക്കി. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ദിലീപിൻ്റെ സുഹൃത്തും സംവിധായകനുമായ നാദിർ ഷായെ അറസ്റ്റ് ചെയ്യണമോ എന്ന കാര്യത്തിലും തീരുമാനം ഉണ്ടാകും. കാവ്യ മാധവൻ, മാതാവ് എന്നിവരെയും ചോദ്യം ചെയ്യും എന്നിങ്ങനെ പോകുന്നു വാർത്ത. സതീഷ് നായർ കൊണ്ടുപോയത് പ്രധാന ഫയലുകളും ഒപ്പിട്ട ലെറ്റർ പാഡുകളും. നേതാക്കൾ, സംസ്ഥാനത്തെ BJP നേതാക്കൾ ഉൾപ്പെട്ട മെഡിക്കൽ കോളേജ് അഴിമതി കേസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ പറയുന്നത് ഈ പറയുന്ന സതീഷ് നായർ, വിവാദപുരുഷനായ സതീഷ് നായർ, മെഡിക്കൽ കോളേജ് കോഴയിലെ പ്രധാന വില്ലനായ സതീഷ് നായർക്ക് സംസ്ഥാന BJP ഓഫീസിൽ നിന്ന് കൈമാറിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഫയലുകളും സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ്റെ ഒപ്പുള്ള 276 ലെറ്റർ പാഡുകളും എന്നാണ് വാർത്ത. തുടർന്ന് വിശദാംശങ്ങൾ പോകുന്നുണ്ട്. നമുക്കിനി മനോരമയിലെ വാർത്താ വിശദാംശങ്ങൾ നോക്കാം. BJP കേന്ദ്ര നേതൃത്വം അന്വേഷണം തുടങ്ങി, തിരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കി എന്നതാണ് മുഖ്യ വാർത്ത. തിരഞ്ഞെടുപ്പിന് കേന്ദ്ര നേതൃത്വം നൽകിയ തുക മുഴുവൻ സ്ഥാനാർത്ഥികൾ ലഭിച്ചില്ല എന്ന് ആരോപണം. VV ബിനുവിൻ്റെ റിപ്പോർട്ടാണ് ന്യൂഡൽഹിയിൽ നിന്ന്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടിട്ടും തിരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്കുകൾ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗത്തിലോ ജനറൽ സെക്രട്ടറിമാർക്ക് മുന്നിലോ അവതരിപ്പിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുന്ന ഔപചാരിക കണക്കല്ലാതെ യഥാർത്ഥ കണക്കുകൾ വെളിപ്പെടുത്താൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി K സുഭാഷോ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം. കണക്കുകൾക്കായി കോർ ഗ്രൂപ്പ് യോഗത്തിൽ പലതവണ ആവശ്യമുയർന്നിട്ടും ഫലം ഉണ്ടായിട്ടില്ലെന്ന പരാതി കേന്ദ്ര നേതൃത്വം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പ്രധാന വാർത്താ പേജിലും ദിലീപിൻ്റെ വിശേഷങ്ങൾ തന്നെ തുടരുന്നു. ദിലീപിൻ്റെ ഭൂമിയിൽ CPM കൊടി നാട്ടി എന്നതാണ് ഒരു പ്രധാന വാർത്ത. കരുമാലൂരിലുള്ള ദിലീപിൻ്റെ ഭൂമിയിലാണ് CPM, അത് കയ്യേറ്റ ഭൂമിയാണ്, സർക്കാർ ഭൂമിയാണെന്ന് വാദമുന്നയിച്ചുകൊണ്ട് കൊടി നാട്ടിയിരിക്കുന്നത്. അതിൽ പറയുന്നത്, പെരിയാറിലെ പുറപ്പള്ളിക്കാവ് പാലത്തിന് സമീപം റവന്യൂ രേഖകളിൽ നിലമായി രേഖപ്പെടുത്തിയ 2 ഏക്കർ ഭൂമിയാണ് നടൻ്റെ പേരിലുള്ളത്. എന്നാൽ ഇതുകൂടാതെ 1/2 ഏക്കറോളം വരുന്ന പുഴ പുറമ്പോക്ക് കയ്യേറിയിട്ടുണ്ടെന്നാണ് CPM ആരോപിക്കുന്നത്. പുഴയോട് ചേർന്നുള്ള ഈ ഭൂമിയിൽ പുറപ്പള്ളിക്കാവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് 200 മീറ്ററോളം കരിങ്കൽ സംരക്ഷണ ഭിത്തിയും കുളിക്കടവും സർക്കാർ ചെലവിൽ നിർമ്മിച്ചു നൽകിയതായി കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് GD ഷിജു കുറ്റപ്പെടുത്തി. പദ്ധതിക്കായി പെരിയാറിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്തെടുത്ത മണൽ ഉപയോഗിച്ചാണ് ദിലീപിൻ്റെ ഉടമസ്ഥതയിലുള്ള നിലം നികത്തിയത് എന്നിങ്ങനെ പോകുന്നു ആ വാർത്ത. ഒപ്പം
ദിലീപിൻ്റെ ജാമ്യ ഹർജി അന്വേഷണ രേഖകൾ നിർണായകമായി എന്നും ദിലീപിനെ കോടതിയിൽ ഹാജരാക്കുക ഇനി വീഡിയോ കോൺഫറൻസിംഗ് വഴി എന്നീ അനുബന്ധ വാർത്തകളും ഉണ്ട്. സുരക്ഷാ പ്രശ്നം മാനിച്ചാണ് ദിലീപിനെ വീഡിയോ കോൺഫറൻസിംഗിന് വിധേയമാക്കിയാൽ മതി മേലിൽ എന്ന തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇനി മാതൃഭൂമിയിലെ വാർത്താ വിശദാംശങ്ങൾ നോക്കാം. ദിലീപിന് ജാമ്യമില്ല, ജയിൽ എന്നതാണ്. ഒപ്പം ഹൈക്കോടതിയുടെ പരാമർശം ഹൈലൈറ്റായി നൽകിയിരിക്കുന്നു. കേസിൻ്റെ ഗൗരവവും അതിസൂക്ഷ്മമായ ആസൂത്രണവും ക്രൂരമായ നിർവഹണവും കണക്കിലെടുക്കുമ്പോഴും ക്രിമിനലുകളെ ഉപയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച് ഒരു സ്ത്രീയോട് പ്രതികാരം ചെയ്യാൻ നടത്തിയ കുറ്റകൃത്യം ആയതിനാലും ഇത് സമാനത ഇല്ലാത്ത കേസാണ് എന്നാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത്. ഇന്നലെ പശു സംരക്ഷകരുടെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ലോക്സഭയിൽ ബഹളം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, സ്പീക്കർക്ക് നേരെ കടലാസ് കീറി വലിച്ചെറിഞ്ഞു എന്നും മറ്റും ഉള്ള പേരിൽ കൊടിക്കുന്നിലും രാഘവനും അടക്കം 6 കോൺഗ്രസ് എംപിമാർക്ക് സസ്പെൻഷൻ ഉണ്ടായതാണ് പേജിലെ മറ്റൊരു പ്രധാന വാർത്ത. സസ്പെൻഷൻ 5 ദിവസത്തേക്കാണ്. ബോഫോഴ്സ് കേസ് പുനരന്വേഷിക്കണം എന്ന് ലോക്സഭയിൽ ഭരണപക്ഷം ആവശ്യപ്പെട്ടതും ഹൈലൈറ്റായി നൽകിയിരിക്കുന്നു. ഇനി വാർത്താ പേജിൽ മാതൃഭൂമി എന്ന് പറയുന്നത് നോക്കാം. നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായകമായി ഫോൺ രേഖകളും മൊബൈൽ ടവർ വിവരങ്ങളും എന്നാണ് ഒരു പ്രധാന വാർത്ത. ഗൂഢാലോചനയ്ക്ക് നേരിട്ടുള്ള തെളിവ് ദുർലഭമാണ് എന്ന ഹൈക്കോടതി പരാമർശവും ഹൈലൈറ്റായി നൽകിയിട്ടുണ്ട്. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ സ്പോട്ട് അഡ്മിഷനിലെ വിലപേശൽ മെറിറ്റ് അട്ടിമറിക്കപ്പെടുമെന്ന സൂചന എന്ന വാർത്തയും പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. കുളിപ്പിച്ച് കുട്ടി ഇല്ലാതായി എന്ന് നമ്മൾ പറയാറുണ്ട്. ഭക്ഷ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി റേഷൻ കാർഡുകൾ പരിഷ്കരിക്കുകയും പുതുക്കുകയും മറ്റും ചെയ്യുന്ന നടപടികൾ ആകപ്പാടെ പരാതികളുടെ കൂമ്പാരത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടതാണ് കേരള കൗമുദിയുടെ ഇന്നത്തെ മുഖപ്രസംഗം. അനവധാനതയ്ക്ക് നൽകേണ്ടി വരുന്ന പിഴ. സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് 2 വാർത്തകൾ കഴിഞ്ഞിലക്കം കേരള കൗമുദി പ്രസിദ്ധീകരിച്ചിരുന്നു. സമ്പൂർണ്ണ വൈദ്യുതീകരണ പദവി ചാർത്തപ്പെട്ട ശേഷവും സംസ്ഥാനത്ത് 2,77,210 വീടുകൾ വിളക്ക് കത്തിക്കാൻ മണ്ണെണ്ണയെ ആശ്രയിക്കുന്നതായാണ് റേഷൻ കാർഡിലെ വിവരം. ഇത്രയും വീട്ടുകാർക്ക് സബ്സിഡി നിരക്കിൽ മാസം തോറും 3.5 ലിറ്റർ വീതം മണ്ണെണ്ണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും നിസ്സാരമല്ലാത്ത നഷ്ടവും ഉണ്ടാകുന്നുണ്ട്. റേഷൻ കടകളിലെ ഇല്ലായ്മകളെക്കുറിച്ചുള്ളതാണ് കണ്ണൂരിൽ നിന്നുള്ള 2ാമത്തെ റിപ്പോർട്ട്. അരി, മണ്ണെണ്ണ, പഞ്ചസാര എന്നിവ സ്റ്റോക്കില്ലാത്തതിനാൽ കാർഡുമായി എത്തുന്നവരെ റേഷൻ കടക്കാർ മടക്കി അയക്കുകയാണത്രേ. കണ്ണൂരിൽ മാത്രമല്ല, പല സ്ഥലത്തും റേഷൻ വിഹിതം മുടങ്ങുന്നത് വാർത്ത അല്ലാതായിട്ട് കുറേ കാലമായി. പുതിയ റേഷൻ കാർഡ് വിതരണം പൂർത്തിയാകുകയും പുതിയ ക്രമീകരണങ്ങൾ നടപ്പിലാകുകയും ചെയ്യുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും പരിഹൃതം ആകും എന്നാണ് കേട്ടിരുന്നത്. എന്നാൽ റേഷൻ സമ്പ്രദായം അപ്പാടെ കൂടുതൽ കുഴപ്പത്തിലേക്ക് തലകുത്തി വീണ അനുഭവമാണ് പൊതുവെ ഉള്ളത്. സംസ്ഥാനത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും ഇത് സംബന്ധിച്ച പരാതികൾ വ്യാപകമായി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷ്യ സുരക്ഷാ പദ്ധതി അനുസരിച്ച് ഗുണഭോക്താക്കളെ നിർണ്ണയിക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങളും മറ്റുമുണ്ട്. അതിൻ്റെയൊന്നും കുറവില്ല. എന്നാൽ നടപ്പാക്കുന്ന രീതികളിലുള്ള കെടുകാര്യസ്ഥതയാണ് ഇതിനെല്ലാം വഴിവെക്കുന്നത്. അല്ലെങ്കിൽ പലരെയും വഴിവിട്ട് സഹായിക്കാനുള്ള ത്വരയും മറ്റുമാണ് ഇതെല്ലാം വഴിവെക്കുന്നത് എന്നൊക്കെയാണ് അന്തരീക്ഷത്തിലുള്ള വർത്തമാനം. ഏതായാലും ഇതെല്ലാം വളരെ ഗൗരവമായി തന്നെ പരിഹരിക്കുകയും അർഹരുടെ കൈകളിൽ റേഷൻ വിഹിതം എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും വേണം എന്നതാണ് മുഖപ്രസംഗത്തിൻ്റെ താല്പര്യം. ഇനി നമുക്ക് ഇന്നത്തെ മനോരമയിലെ മുഖപ്രസംഗം നോക്കാം. ആശങ്കയിൽ ആഴ്ത്തി സ്വാശ്രയ കുരുക്ക്. സ്വാശ്രയ കോളേജ് പ്രവേശനം കുറ്റമറ്റതാക്കുന്നതിനുള്ള നടപടികളാണ് ഭാഗമായിട്ടാണ് നീറ്റും മറ്റും ഉണ്ടായത്. എന്നിട്ട് പോലും പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നതാണ് അവസ്ഥ. മനോരമ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഇങ്ങനെ: 2ാം അലോട്ട്മെൻറ്റ് ഉറപ്പുവരുത്തണം. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം എല്ലാ വർഷവും സർക്കാരുകൾക്ക് തലവേദനയും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശങ്കയുമാണ്. സീറ്റിനെയും ഫീസിനെയും ചൊല്ലിയുള്ള തർക്കമാണ് പതിവായി പ്രതിസന്ധിക്ക് വഴിതെളിക്കുന്നത്. ചർച്ചകൾക്കൊടുവിൽ 50% സീറ്റ് സർക്കാരിന് നൽകിക്കഴിഞ്ഞാൽ പിന്നെ ഫീസിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഫീസിൻ്റെ കാര്യത്തിൽ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെങ്കിൽ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്നും തങ്ങൾ സ്വന്തം നിലയിൽ പ്രവേശനം നടത്തുമെന്നും മുൻപൊക്കെ സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റുകൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ സ്ഥിതി മാറി. മെഡിക്കൽ കൗൺസിൽ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുകയും MBBS ഡെൻ്റൽ കോഴ്സുകൾക്കായി ദേശീയ പൊതുപ്രവേശന പരീക്ഷ അതായത് നീറ്റ് നടപ്പാക്കുകയും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതോടെ മുഴുവൻ സീറ്റിലും സർക്കാരാണ് മെറിറ്റ് അനുസരിച്ച് പ്രവേശനം നടത്തേണ്ടത്. NRI സീറ്റിൽ പോലും മെറിറ്റ് നോക്കാതെ പ്രവേശനം നടത്താൻ സാധിക്കില്ലെന്ന സ്ഥിതി വന്നു.
നീറ്റ് മെറിറ്റ് മറികടന്ന് താൽപ്പര്യമുള്ളവരെ കോഴ വാങ്ങി പ്രവേശിപ്പിക്കാൻ മാനേജ്മെൻറ്റുകൾക്ക് സാധിക്കാത്ത വിധത്തിലാണ് കേന്ദ്ര ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. ഫീസിൻ്റെ കാര്യത്തിലും കർശനമായ നിയമവ്യവസ്ഥകളാണുള്ളത്. ചുരുക്കത്തിൽ മെഡിക്കൽ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരിന് നിയന്ത്രണം ഉള്ള സാഹചര്യമാണ് ഇപ്പോൾ. ഇതൊക്കെ ആയിട്ടും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു. മാനേജ്മെൻറ്റുകൾ പല സീറ്റുകളിലും റീ അലോട്ട്മെൻറ്റിന് ഏതാണ്ട് ഒരു ലേലം വിളി തന്നെ നടത്തുന്നു എന്നും മറ്റുമാണ് നിലവിലുള്ള സാഹചര്യം. ഇതിന് ഒരു ശാസ്ത്രീയമായിട്ടുള്ള അറിവ് തന്നെ വേണ്ടതുണ്ട്. അർഹരായ കുട്ടികൾക്ക് ന്യായമായ ഫീസിൽ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കാനുള്ള സാഹചര്യം വേണം എന്ന് മുഖപ്രസംഗം താല്പര്യപ്പെടുന്നു. ഇനി മാതൃഭൂമിയുടെ മുഖപ്രസംഗം തോറ്റിട്ടും തോൽക്കാത്ത പെൺസിംഹങ്ങൾ എന്നതാണ്. അതായത് ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ ഇംഗ്ലണ്ടിനോട് പൊരുതി കേവലം 9 റൺസിന് തോറ്റ് മടങ്ങേണ്ടി വന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അവരെ നിരാശപ്പെടുത്തുകയല്ല വേണ്ടത്, പരമാവധി പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് മുഖപ്രസംഗത്തിൻ്റെ താല്പര്യം. പ്രസക്ത ഭാഗങ്ങളിങ്ങനെ: വിജയത്തോളം പോന്ന പരാജയമെന്ന് വേണം വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യക്കുണ്ടായ തോൽവിയെ വിശേഷിപ്പിക്കേണ്ടത്. രണ്ടാമത് ബാറ്റ് ചെയ്ത് ജയമുറപ്പിച്ച് നീങ്ങിയ ഇന്ത്യ പൊടുന്നിനെ ഇംഗ്ലണ്ടിനോട് തകർന്നടിഞ്ഞു. ജയിക്കാൻ 50 ഓവറിൽ 229 റൺസ് വേണ്ടിയിരുന്ന ഇന്ത്യ കന്നി കിരീടം കൈക്കലാക്കാൻ 44 പന്തിൽ 38 റൺസ് മാത്രം മതിയായിരുന്ന ഘട്ടത്തിലാണ് 7 വിക്കറ്റ് കൈവശമുണ്ടായിരുന്നിട്ടും അടി പതറി വീണുപോയത് എന്നിങ്ങനെ പോകുന്ന മുഖപ്രസംഗത്തിൽ ഇങ്ങനെയാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. താരമഹിമയുടെ പട്ടും പരിവട്ടവും ചാർത്തപ്പെട്ടിട്ടില്ലാത്ത വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ കഠിന സമ്മർദ്ദങ്ങൾക്കടിപ്പെട്ട് അന്തിമ നിമിഷത്തിൽ വീണുപോയതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാം സ്ഥാനക്കാരായാണ് മടങ്ങുന്നതെങ്കിലും അവർ അഭിമാനത്തിൻ്റെ അരളിച്ചില്ലകളാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. രാജ്യാഭിമാനം ഉയർത്തുന്ന മറ്റ് കായിക താരങ്ങൾക്ക് കിട്ടാറുള്ള അംഗീകാരങ്ങളെല്ലാം നൽകിയാണ് ആ മിടുക്കുകളെ നാം സ്വീകരിക്കേണ്ടത് എന്ന് മുഖപ്രസംഗം പറയുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വാർത്തകൾ നോക്കാം. കാർഷിക വിളകൾ സമൃദ്ധമായി തന്നെ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ പോലും കർഷകൻ കള്ളക്കർക്കിടകത്തിൻ്റെ അല്ലെങ്കിൽ പഞ്ഞക്കർക്കിടകത്തിൻ്റെ അവസ്ഥയിലാണ് കഴിയേണ്ടി വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കേരള കൗമുദി വാണിജ്യം പേജിലെ പ്രധാന വാർത്ത. കർഷകൻ എന്നും വിലയിടിവിൻ്റെ പഞ്ഞ കർക്കിടകം. തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കാലിടറി നാണ്യ വിളകൾ. സ്വരാജിൻ്റെ റിപ്പോർട്ടാണ് തൊടുപുഴയിൽ നിന്ന്. പ്രസക്ത ഭാഗങ്ങൾ: ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കുന്ന പൊന്നിൻ ചിങ്ങം വന്നെത്തുമ്പോൾ വിലത്തകർച്ചയുടെ കെടുതിയുടെ ക്ഷീണത്തിലാണ് കർഷകർ. ഏലം, കുരുമുളക്, തേയില, കാപ്പി, കൊക്കോ, ഗ്രാമ്പൂ തുടങ്ങി പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം വിലത്തകർച്ചയുടെ പിടിയിൽ മുങ്ങിത്താഴുകയാണ്. ഉൽപ്പാദന ചെലവിന് ആനുപാതികമായ വില ലഭിക്കുന്നില്ല. സമയത്ത് കൃഷി ഇറക്കാനും പരിപാലിക്കാനും മൂലധനം ഇല്ലാത്ത കർഷകൻ ബാങ്ക് വായ്പ, സ്വർണ്ണ പണയം, ബ്ലേഡ് വായ്പ തുടങ്ങി എല്ലാം നോക്കും. ഒടുവിൽ വിളവെടുപ്പിലെത്തുമ്പോൾ വിലത്തകർച്ച. കാലാവസ്ഥാ വ്യതിയാനം, രോഗബാധകൾ, ദുരിതങ്ങൾ പല വഴിക്കാണ്. ബാങ്ക് ലോണുകളുടെ ഭീഷണിയും മക്കളുടെ വിദ്യാഭ്യാസവും നിത്യച്ചെലവും കൂടിയാവുന്നതോടെ കടക്കണിയുടെ കുരുക്ക് വീണ്ടും മുറുകി കർഷകനെ ആത്മഹത്യയിലേക്ക് പോലും എത്തിക്കുന്നു എന്നതാണ് അവസ്ഥ. എന്നിങ്ങനെ പോകുന്ന റിപ്പോർട്ടിൽ നെഞ്ചരിച്ച് കുരുമുളക് വില, സുഗന്ധം നഷ്ടപ്പെട്ട് ഏലം, ആറിത്തണുത്ത് കാപ്പി എന്നിങ്ങനെ അനുബന്ധ വിവരങ്ങളും വിശദമായി തന്നെ നൽകിയിരിക്കുന്നു. ഇനി മാതൃഭൂമിയിൽ കുരുമുളക് വില കുത്തനെ താഴേക്ക് എന്നതാണ് വാണിജ്യം പേജിലെ ഇന്നത്തെ പ്രധാന വാർത്ത. അവധി വിലയിൽ വൻ ചാഞ്ചാട്ടം, കുരുമുളക് വില കുത്തനെ താഴേക്ക്. തിങ്കളാഴ്ച മാത്രം ക്വിൻ്റലിന് 400 രൂപയാണ് കുരുമുളകിന് കുറഞ്ഞത്. നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് വഴി കുരുമുളകിൻ്റെ അവധി വ്യാപാരം തുടങ്ങിയത് തിങ്കളാഴ്ചയാണ്. ആദ്യ ദിവസം തന്നെ വില തകർന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കുരുമുളകിന് കിലോയ്ക്ക് 700 രൂപ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ 400 രൂപ ആയി താഴ്ന്നിരിക്കുന്നതെന്ന് കൂടി ഓർക്കണം. ഇനി മനോരമയിലെ സാമ്പത്തിക പേജിലെ വിശേഷം നോക്കാം. ജിയോ ഫോണിൻ്റെ രംഗപ്രവേശത്തോടെ മൊബൈൽ ഫോൺ രംഗത്ത് വലിയ ഭൂകമ്പം തന്നെ ഉണ്ടായിരിക്കുകയാണ്. ചെറിയ ഫോണിലൊളിച്ച് വലിയ ഭൂകമ്പങ്ങൾ എന്നതാണ് മനോരമയുടെ സാമ്പത്തികം പേജിലെ ഇന്നത്തെ പ്രധാന വാർത്ത. ജീവൻകുമാറിൻ്റെ റിപ്പോർട്ടാണ്. ഫോണിൽ ഇൻ്റർനെറ്റ് കിട്ടിയപ്പോൾ ഉണ്ടായ പുതിയ ലോകമാണ് ഇന്നത്തേത്. ഇൻ്റർനെറ്റിൻ്റെ വേഗം എത്രത്തോളം ഉയർത്താം എന്നത് സംബന്ധിച്ചാണ് പിന്നീട് ടെലികോം രംഗത്തുണ്ടായ മുഖ്യ പരീക്ഷണങ്ങളെല്ലാം. 2G, 3G, 4G എന്നിങ്ങനെ വിവിധ തലമുറകളിലായി ഇൻ്റർനെറ്റ് വേഗം ഉയരുകയും ഈ വ്യവസായ രംഗത്തെ മുതൽ മുടക്ക് ലക്ഷക്കണക്കിന് കോടികളായി വളരുകയും ചെയ്തു. കടുത്ത മത്സരമാണിപ്പോൾ ഇന്ത്യൻ മൊബൈൽ ടെലികോം രംഗത്ത്. റേഞ്ച് കൂടുതലോ കുറവോ എന്നതിനപ്പുറം കാര്യമായ തർക്ക വിഷയങ്ങളൊന്നും ഇല്ലാതിരുന്ന വിപണിയിലെ അന്തരീക്ഷം മാറിമറിഞ്ഞത് 2016 സെപ്റ്റംബറിൽ റിലയൻസ് ജിയോ രംഗത്ത് എത്തിയതോടെയാണ് എന്നിങ്ങനെ പോകുന്നു റിപ്പോർട്ട്. ഇനി നമുക്ക് ഇന്നത്തെ സ്പോർട്സ് വിശേഷങ്ങൾ നോക്കാം. ലോർഡ്സിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് പൊരുതി
കേവലം 9 റൺസിന് തോൽക്കേണ്ടി വന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ നെക്കുറിച്ചുള്ളതാണ് കളിക്കളം പേജിലെ ഒരു പ്രധാന വാർത്ത. ചങ്കല്ല ചങ്കിടിപ്പാണി മാലാഖക്കൂട്ടം എന്ന ആകർഷകമായ തലക്കെട്ടോടുകൂടി റിപ്പോർട്ട് തയ്യാറാക്കിയത് സാം പ്രസാദ് ഡേവിഡാണ്. പൊരുത്തി തന്നെയാണ് അവർ തോറ്റത്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ നിരാശപ്പെടുത്തുകയല്ല എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊന്ന് പേജിലെ പ്രധാന വാർത്ത ഈ ചിത്രം വലിച്ച് കീറരുത് എന്നതാണ്. ഭുവനേശ്വറിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ മലയാളി താരം PU ചിത്രയ്ക്ക് ലണ്ടനിൽ അടുത്ത മാസം നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ അവസരം നൽകിയിട്ടില്ല. അതാണ് പേജിലെ പ്രധാന വാർത്ത. ഈ അനീതി വെളിച്ചത്ത് കൊണ്ടുവരുന്നത് അൻസാർ S. രാജാണ്. എന്നാൽ ഇത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടി എന്നതുകൊണ്ട് മാത്രം ലോകകപ്പിലേക്കുള്ള യോഗ്യത ആവുന്നില്ല എന്നതാണ് അധികൃതരുടെ വാദം. ഏതായാലും ചിത്രയ്ക്ക് മത്സരിക്കാൻ ഒരു അവസരം നൽകുകയാണ് വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ലോകകപ്പിലേക്ക് മത്സരിക്കാനുള്ള മതിയായ പരിശീലനം നൽകി പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ന്യൂസ് ട്രാക്ക് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും ശുഭദിനവും നേരുന്നു.